എല്ലാവർക്കും നമസ്കാരം. കോസ്റ്റൽ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മലയാളത്തിലെ ടോപ്പ് 5 ഇൻവെസ്റ്റിഗേഷൻ നോവൽസ്, അതായത് അതിന്റെ ഗ്രിപ്പിംഗ് നറേറ്റീവ്സ് കൊണ്ടും എല്ലാം കൊണ്ടും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ടോപ്പ് 5 ഇൻവെസ്റ്റിഗേഷൻ നോവൽസിനെ കുറിച്ചുള്ളതാണ്. അപ്പൊ അതിൽ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡോക്ടർ കെ സോമൻ എഴുതിയിട്ടുള്ള ഒരു പോലീസ് സെർച്ചിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പുസ്തകം റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു നോവലാണ്. ഒരു നോവലില് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സും മെഡിക്കൽ നോളേജും എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. ക്രൈം ഇൻവെസ്റ്റിഗേഷന് ഒരു യുണീക്ക് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് കൂടെയാണ് ഈ ഒരു പുസ്തകം. രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ടി രാജീവൻ എഴുതിയ നാളെ എന്നതാണ്. ഈ ഒരു പുസ്തകത്തിലെ ഒരു തീം എന്ന് പറയുന്നത് പുസ്തകത്തിലെ ഒരു ക്യാരക്ടറിന്റെ ഒരു അസ്വാഭാവികമായ മരണത്തെ തുടർന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നാളെ എന്ന ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. മൂന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് നാരായണൻ എഴുതിയിട്ടുള്ള ചോരശാസ്ത്രമാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്രൈമിനെ ഒരു ഡിറ്റക്റ്റീവ് കീറി മുറിച്ച് ഓരോ ലെയറിലേക്ക് പോകുമ്പോൾ, അതായത് ആ ഒരു ക്രൈം കണ്ടുപിടിക്കുന്ന ഓരോ ഘട്ടങ്ങളും ഭയങ്കര സസ്പെൻസ് ആയിട്ടാണ് ഈ ഒരു പുസ്തകം കൊടുത്തിട്ടുള്ളത്. നാലാമത്തെ പുസ്തകം എന്ന് പറയുന്നത് മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയിട്ടുള്ള യക്ഷി എന്ന പുസ്തകമാണ്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഇൻവെസ്റ്റിഗേഷനും അങ്ങനെ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് യക്ഷി. ഈ ഒരു പുസ്തകത്തിലെ സൂപ്പർ നാച്ചുറൽ ഇവന്റ്സിനെ കുറിച്ചും ഗിൽറ്റിനെ കുറിച്ചും റിയാലിറ്റിയെ കുറിച്ചും ഒക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അഞ്ചാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്, ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുള്ള KR മീര എഴുതിയിട്ടുള്ള ആരാച്ചാർ എന്ന പുസ്തകമാണ്. ആ പുസ്തകം ആഴത്തിൽ വായിച്ചറിഞ്ഞിട്ടുള്ളവർക്ക് മനസ്സിലാകും ആ പുസ്തകത്തിലൂടെ എന്താണ് KR മീര പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ക്രൈമിനെ കുറിച്ചും ജസ്റ്റിസിനെ കുറിച്ചും മൊറാലിറ്റിയെ കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ ഭയങ്കര സ്പഷ്ടമായിട്ട് എടുത്തു പറയുന്നുണ്ട് KR മീര അതിൽ. ആ പുസ്തകം വായിച്ചവരുടെ മനസ്സിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് ആ ഒരു പുസ്തകം വായിച്ച് തീരുമ്പോൾ ഉണ്ടാവുന്നത്. പുസ്തകങ്ങളല്ലാണ്ട് മലയാളത്തിലെ അനവധി പുസ്തകങ്ങൾ വേറെയും എഴുതിയിട്ടുണ്ട്, അതായത് ക്രൈം ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച്. സോ ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാളം ലിറ്ററേച്ചറിന്റെ ഡൈവേഴ്സിറ്റിയെ കുറിച്ചാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഒക്കെ വായിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ അത് വായിക്കാനായിട്ട് ഒത്തിരി താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ മാക്സിമം ഒന്ന് വാങ്ങിച്ച് വായിക്കാൻ ശ്രദ്ധിക്കും. ഇതിലൂടെ നമുക്ക് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചും ഹ്യൂമൻ സൈക്കോളജിയെ കുറിച്ചും ഒക്കെ ഒത്തിരി അറിവുകൾ ലഭിക്കും. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.